ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്സ്. അപ്പോൾ ഈ മീനൊക്കെ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് പുഴയിൽ നിന്ന് പിടിച്ച മീനാണ്. എല്ലാവരും കൂടി പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകൽ ഇപ്പോൾ മീനൊക്കെ പിടിച്ച് കൊടുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ കാരണം പുഴയിൽ നിന്ന് കുറേ മീനൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ രണ്ട് ഭാഗമായിട്ട് കാണിക്കുന്നത്, ഒന്ന് അച്ഛൻ മരിച്ചതിൻ്റെ കുറച്ച് മുന്നുള്ള ഒരു ചെറിയ ഭാഗവും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ വിചാരിച്ചു. കുറേ അധികം മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. കൊതു വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ശീമക്കൊന്ന പറഞ്ഞ ഇലക്കെ ഇട്ടിട്ട് ഇവിടെ പുകയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആടത് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചേച്ചിയേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മീൻ നന്നാക്കുകയാണ്. മീൻ നന്നാക്കാൻ അവിടെ പുറത്ത് ബൾബൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ. അച്ഛനൊക്കെ ആണെങ്കിൽ ചീത്തയൊക്കെ പറയാറുണ്ട് കേട്ടോ. അടുക്കളയിൽ മീൻ നന്നാക്കാൻ പാടില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാരണം അടുക്കളയിൽ താഴത്ത് നിലത്തിരുന്നിട്ടാണ് മീനൊക്കെ നന്നാക്കുന്നത്. പിന്നെ വിശേഷമൊക്കെ എന്താ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേച്ചി മുന്നേ വന്ന സമയത്തുള്ളൊരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് തമിഴ്നാട് ചേച്ചി ഞാൻ പറയാറില്ലേ. അപ്പോൾ വേറെ കുറച്ച് മീനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി നന്നാക്കാൻ കൂടി. അപ്പോൾ അവൾക്ക് അങ്ങനെ വീഡിയോയിലൊക്കെ അങ്ങനെ വരാൻ താല്പര്യമൊന്നുമില്ല. എന്നാലും അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചത് കേട്ടോ. ഇത് രണ്ടാമത്തെ ചേച്ചിയാണ്, പ്രേമി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുത്തു എന്ന് വിളിക്കും. ഞാനും ചേച്ചിയും കൂടി മീനൊക്കെ നന്നാക്കുകയാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വൈകുന്നേരമായ കാരണം കുറച്ചധികം സമയം വേണ്ടി വന്നു നന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഉരച്ചിട്ടാണ് മറ്റേ മീനൊക്കെ വൃത്തിയാക്കിയത്. പിന്നെ അടുക്കളയിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ അരിയുടെ പേര് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഈ അരി കൊണ്ട് ഞങ്ങൾ കഞ്ഞി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഞ്ഞി പോലെ പറഞ്ഞാൽ നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കണ അതുപോലെ ഒരു ഇതുണ്ടല്ലോ, കോഴിക്ക് വാങ്ങി കൊടുക്കില്ല, അതേപോലെ ഇവരവിടെ അത് വെക്കും, സ്ഥിരമായിട്ട് വെക്കുന്നതാണ് പറയുന്നത്. ഷുഗറൊക്കെ മാറുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്നും ഇവിടെ വെച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ അച്ഛൻ മരിക്കണ മുന്നേ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചേച്ചി അരി എടുത്തിട്ടൊന്ന് ജാറിലൊന്ന് പൊടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. മെല്ലെ ഒന്ന് പൊടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വെക്കണ പൊടിയല്ല, അരി എന്താ പറയുന്നറിയില്ല. കോഴിത്തീറ്റെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എന്നും അത് വെക്കും. അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പിടും, പിന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അതിൻ്റെ തൈരും അതിലിങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഉള്ളി പച്ചയ്ക്ക് നുറുക്കിയിടും. അപ്പോൾ നമ്മളൊരു വീഡിയോ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഒരു ദിവസം കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കല്ല, അതുകൊണ്ട് അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. പിന്നെ ചൂടുവെള്ളത്തിൽ ഇടണു. ഇനി അതൊന്ന് വേവിക്കേ വേണ്ടുള്ളൂ. അങ്ങനെ എല്ലാവരുടെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വിജയേട്ടത് അവിടെ നീക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ ചേച്ചി അത് അവിടെ ഇരിക്കുന്നുണ്ട്, മൊബൈലിൽ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവളിങ്ങനെ മുഖമൊക്കെ മറക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ അടുക്കള ഭരണമൊക്കെ ചേച്ചിയുടെയൊക്കെയാണ് അടുക്കള ഭരണമൊക്കെ. അപ്പോൾ ഞാനിന്ന് പുറത്ത് ഔട്ടാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറയണ്ടായിരുന്നു, മക്കളൊക്കെ വന്നപ്പോൾ ഞാനിന്ന് വേണ്ടാലോ എന്നൊക്കെ അമ്മോട് പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് മീനുകൂടി അധികം ഉണ്ടായിരുന്നു.
പിന്നെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിലേക്കും എല്ലാവരും ഉള്ള കാരണം കുട്ടികളൊക്കെ കുളത്തിലേക്കൊക്കെ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കൊച്ചൊരു വീഡിയോ ആണ്, പ്രധാനപ്പെട്ടതായിട്ടൊന്നും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ വീഡിയോകളൊക്കെ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് ഇടാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ ആ മീനും പിന്നെ ചേച്ചിമാരനെ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണുന്ന അധികം പേരും. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്, ഇതാ മീനൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ കൂട്ടുകാരെ, നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പോൾ രാത്രിയായി. ഓക്കെ കൂട്ടുകാരെ, നാളെ കാണാം കേട്ടോ.